വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയ ആഹാബിനോട് പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കുന്ന ഇസ്രായേലിന്റെ ജീവിക്കുന്ന ദൈവമായ കർത്താവാണേ, എന്റെ അധരമൊഴിയാലല്ലാതെ ഈ വർഷങ്ങളിൽ മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. കർത്താവിന്റെ വചനം അവൻ ഇപ്രകാരമുണ്ടായി, നീ ഇവിടെ നിന്ന് പോയി കിഴക്കോട്ട് തിരിഞ്ഞ് ജോർദാന് സമീപമുള്ള കെറീത്ത് അരുവിക്കരികെ ഒളിക്കുക. അരുവിയിൽ നിന്നായിരിക്കും നീ കുടിക്കുന്നത്. നിന്നെ അവിടെ സഹായിക്കാൻ ഞാൻ മലങ്കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ പോയി കർത്താവിന്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ചു. അവൻ ചെന്ന് ജോർദാന് സമീപമുള്ള കെറീത്ത് അരുവിക്കരികെ താമസിച്ചു. മലങ്കാക്കകൾ അവന് പ്രഭാതത്തിൽ അപ്പവും മാംസവും കൊണ്ടുവന്നിരുന്നു. പ്രദോഷത്തിലും അപ്പവും മാംസവും ഉണ്ടായിരുന്നു. അവൻ അരുവിയിൽ നിന്ന് കുടിച്ചു. ദേശത്ത് മഴ ഇല്ലാതിരുന്നതിനാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. അപ്പോൾ കർത്താവിന്റെ വചനം അവന് ഇപ്രകാരമുണ്ടായി, എഴുന്നേറ്റ് സീദോനിലുള്ള സറേഫാത്തിലേക്ക് പോയി നീ അവിടെ താമസിക്കുക. ഇതാ, അവിടെ ഒരു വിധവയോട് നിന്നെ സഹായിക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് സറേഫാത്തിലേക്ക് പോയി പട്ടണ കവാടത്തിൽ പ്രവേശിച്ചു. ഇതാ, അവിടെ ഒരു വിധവ വിറകു ശേഖരിക്കുകയായിരുന്നു. അവൻ അവളെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നാലും ഞാൻ കുടിക്കട്ടെ. അവൾ അത് എടുക്കാൻ പോകുമ്പോൾ അവൻ അവളെ വിളിച്ചു പറഞ്ഞു, നിന്റെ കയ്യിൽ എനിക്കായി ഒരു കഷ്ണം അപ്പവും എടുത്താലും. അവൾ പറഞ്ഞു, ജീവിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണേ, പാത്രത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമല്ലാതെ എന്റെ കയ്യിൽ പാകം ചെയ്തത് ഒന്നുമില്ല. ഇതാ, ഞാൻ 2 ചുള്ളി വിറക് ശേഖരിക്കുകയാണ്. ഞാൻ പോയി എനിക്കും എന്റെ മകനും വേണ്ടി അപ്പമുണ്ടാക്കി ഞങ്ങൾ അത് ഭക്ഷിക്കും, എന്നിട്ട് മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. നീ അകത്തു ചെന്ന് നിന്റെ വാക്ക് പോലെ ചെയ്തു കൊള്ളുക. എന്നാൽ അതിൽ നിന്ന് ആദ്യം എനിക്കായി ഒരു ചെറിയ അട ഉണ്ടാക്കി അത് എനിക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിനക്കും നിന്റെ പുത്രനും വേണ്ടി ഉണ്ടാക്കുക. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഭൂമുഖത്ത് കർത്താവ് മഴ നൽകുന്നത് വരെ മാവിൻ പാത്രം ഒഴിയുകയില്ല, എണ്ണ ഭരണി വറ്റുകയുമില്ല. അവൾ പോയി ഏലിയായുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവനും അവളും അവളുടെ കുടുംബവും ദിവസങ്ങളോളം ഭക്ഷിച്ചു. ഏലിയ വഴി കർത്താവ് അരുൾ ചെയ്ത വാക്ക് പോലെ മാവിൻ പാത്രം ഒഴിഞ്ഞില്ല, എണ്ണ ഭരണി വറ്റിയതുമില്ല. ഇക്കാര്യങ്ങൾക്ക് ശേഷം ആ ഭവനത്തിന്റെ ഉടമസ്ഥയായ സ്ത്രീയുടെ മകൻ രോഗിയായി. അവന്റെ രോഗം അവനിൽ ശ്വാസം ഇല്ലാതാകുന്നത്ര മാരകമായി തീർന്നു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എനിക്കും നിനക്കും എന്ത്? എന്റെ കുറ്റം എന്നെ അനുസ്മരിപ്പിക്കാനും എന്റെ മകൻ മരിക്കാനിടയാകുന്നതിനും വേണ്ടി നീ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ മകനെ എനിക്ക് തരുക. അവൻ അവളുടെ മടിയിൽ നിന്ന് അവനെ എടുത്ത് താൻ താമസിച്ചിരുന്ന മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവൻ അവനെ തന്റെ കിടക്കയിൽ കിടത്തി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പരദേശിയായി കൂടെ താമസിക്കുന്ന വിധവയുടെ മേൽ പോലും അവളുടെ പുത്രനെ കൊല്ലും വിധം അങ്ങ് തിന്മ വരുത്തിയിരിക്കുന്നുവോ? പിന്നീട് അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം നിവർന്ന് കിടന്നുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവമായ കർത്താവേ, ഈ കുട്ടിയുടെ ജീവൻ അവന്റെ ഉള്ളിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവ് ഏലിയായുടെ സ്വരം കേട്ടു. കുട്ടിയുടെ ജീവൻ അവന്റെ ഉള്ളിലേക്ക് മടങ്ങി വന്നു. അവൻ ജീവിച്ചു. ഏലിയ കുട്ടിയെ എടുത്ത് മുകളിലത്തെ മുറിയിൽ നിന്ന് വീട്ടിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അവനെ അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഏലിയ പറഞ്ഞു, നോക്കൂ, നിന്റെ പുത്രൻ ജീവിക്കുന്നു. ആ സ്ത്രീ ഏലിയായോട് പറഞ്ഞു, നീ ദേവപുരുഷനാണെന്നും നിന്റെ അധരത്തിലെ കർത്തൃവചനം സത്യമാണെന്നും ഇപ്പോൾ ഞാൻ അറിയുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം. ഏറിയ നാൾ കഴിഞ്ഞ് 3-ാം വർഷത്തിൽ കർത്താവിന്റെ വചനം ഏലിയായുടെ പക്കൽ ഇപ്രകാരം വന്നു ഭവിച്ചു, നീ പോയി ആഹാബിന്റെ അടുക്കൽ സന്നിഹിതനാകുക. ഞാൻ ഭൂമുഖത്ത് മഴ നൽകാൻ പോവുകയാണ്.
ഏലിയ ആഹാബിന്റെ അടുക്കൽ സന്നിഹിതനാകാൻ പോയി. സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു. ആഹാബ് തന്റെ ഭവനത്തിന്റെ മേലാളായ ഒബാദിയായെ വിളിച്ചു വരുത്തി. ഒബാദിയ ദൈവത്തെ ഏറെ ഭയപ്പെട്ടിരുന്നു. ജസബൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാദിയ 100 പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടി. അവരെ 9 പേർ വീതമായി ഓരോ ഗുഹയിലും ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവരെ അപ്പവും വെള്ളവും കൊണ്ട് സംരക്ഷിച്ചിരുന്നു. ആഹാബ് ഒബാദിയായോട് പറഞ്ഞു, നീ നാട്ടിലുള്ള എല്ലാ ഉറവകളിലേക്കും നീർച്ചാലുകളിലേക്കും ചെല്ലുക. ഒരു പക്ഷേ നമുക്ക് പുല്ല് കണ്ടെത്തി കുതിരയുടെയും കോവർ കഴുതയുടെയും ജീവൻ കാക്കാനാകും. അങ്ങനെ മൃഗഗണത്തിൽ നിന്ന് നമ്മൾ ഒന്നും നശിപ്പിക്കാതിരിക്കട്ടെ. ദേശത്തിലൂടെ പരിശോധിച്ച് കടന്നു പോകാനായി അവർ അത് തങ്ങൾക്കായി വീതിച്ചു. ആഹാബ് തനിയെ ഒരു വഴിയെ പോയി, ഒബാദിയ തനിയെ വേറൊരു വഴിയെയും പോയി. ഒബാദിയ വഴിയിലായിരുന്നപ്പോൾ ഇതാ ഏലിയ അവനെ കണ്ടുമുട്ടി. അവൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. മുഖം മുട്ടെ കുമ്പിട്ടവൻ ചോദിച്ചു, യജമാനനെ, അങ്ങല്ലേ ഏലിയ? അദ്ദേഹം അവനോട് പറഞ്ഞു, ഞാൻ തന്നെ. നീ ചെന്ന് നിന്റെ യജമാനനോട് പറയുക, ഏലിയ ഇതാ. അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസനായ എന്നെ അങ്ങ് ആഹാബിന്റെ കയ്യിൽ കൊല്ലാനേൽപ്പിക്കും വിധം ഞാൻ എന്തു പിഴച്ചു? അങ്ങയുടെ ദൈവമായ ജീവിക്കുന്ന കർത്താവാണെ, അങ്ങയെ അന്വേഷിക്കാൻ എന്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ തങ്ങൾ അങ്ങയെ കണ്ടെത്തിയില്ല എന്ന് അവൻ രാജ്യത്തെയും ജനതയെയും കൊണ്ട് ശപഥം ചെയ്യിച്ചു. ഇപ്പോൾ അങ്ങ് പറയുന്നു, നീ പോയി നിന്റെ യജമാനനോട് പറയുക, ഇതാ ഏലിയ. ഞാൻ അങ്ങയുടെ അടുത്തുനിന്ന് പോയി കഴിയുമ്പോൾ കർത്താവിന്റെ അരൂപി ഞാൻ അറിയാത്തിടത്തേക്ക് അങ്ങയെ വഹിച്ചു കൊണ്ടുപോകും. ആഹാബിനോട് വിവരിക്കാൻ ഞാൻ പോവുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ വധിക്കും. അങ്ങയുടെ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിനെ ഭയപ്പെടുന്നവനാണ് താനും. ജസബൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഞാൻ ചെയ്തത് എന്റെ യജമാനനോട് പറയപ്പെട്ടിട്ടില്ലേ? കർത്താവിന്റെ പ്രവാചകന്മാരിൽ നിന്ന് 100 പേരെ 50 പേർ വീതമായി ഓരോ ഗുഹയിൽ ഒളിപ്പിച്ച് ഞാൻ അപ്പവും വെള്ളവും കൊണ്ട് അവരെ സംരക്ഷിച്ചിരുന്നു. ഇപ്പോൾ അങ്ങ് പറയുന്നു, ഇതാ ഏലിയ എന്ന്. പോയി നിന്റെ യജമാനനോട് പറയുക, അപ്പോൾ അവൻ എന്നെ കൊല്ലും. ഏലിയ പ്രതിവചിച്ചു, ഞാൻ ആരുടെ മുമ്പിൽ പരിചരിക്കാനായി നിൽക്കുന്നുവോ ആ സജീവനായ സൈന്യങ്ങളുടെ കർത്താവാണേ, ഇന്ന് തീർച്ചയായും ഞാൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഒബാദിയ ആഹാബിനെ കാണാൻ പോയി. അവൻ അയാളോട് കാര്യം വിവരിച്ചു. അപ്പോൾ ആഹാബ് ഏലിയായെ കാണാൻ പോയി. ആഹാബ് ഏലിയായെ കണ്ടു. അപ്പോൾ ആഹാബ് അവനോട് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? അവൻ പറഞ്ഞു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, മറിച്ച് നീയും നിന്റെ പിതൃഭവനവുമാണ്. നിങ്ങൾ കർത്താവിന്റെ കൽപ്പനകൾ ഉപേക്ഷിക്കുകയും നീ ബാൽദേവന്മാരുടെ പിന്നാലെ പോവുകയും ചെയ്തതുകൊണ്ടാണത്. ഇതാ, നീ ആളയച്ച് ഇസ്രായേൽ മുഴുവനെയും ജസബലിന്റെ മേശയിൽ ഭക്ഷിക്കുന്ന ബാലിന്റെ 450 പ്രവാചകന്മാരെയും അഷേരായുടെ 400 പ്രവാചകന്മാരെയും എന്റെ അടുക്കൽ കാർമൽ മലയിലേക്ക് വിളിച്ചു കൂട്ടുക. ആഹാബ് എല്ലാ ഇസ്രായേലർക്കിടയിലേക്കും ആളയച്ചു. അവൻ പ്രവാചകന്മാരെ കാർമൽ മലയിലേക്ക് വിളിച്ചുകൂട്ടി. ഏലിയ ജനത്തെ ഒന്നാകെ സമീപിച്ചു ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 ഭിന്ന ചിന്തകൾക്കുമീതെ മുടന്തി നടക്കും? കർത്താവാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവിടത്തെ പിന്നാലെ പോകുവിൻ, ബാലാണെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. ജനം അവനോട് ഒരു വാക്കും പ്രത്യുത്തരിച്ചില്ല. ഏലിയ ജനത്തോട് പറഞ്ഞു, കർത്താവിന്റെ പ്രവാചകനായി ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരാകട്ടെ 450 പേരും. ഞങ്ങൾക്ക് 2 കാളകളെ തരുവിൻ. അവർ അവർക്കായി ഒരു കാളയെ തെരഞ്ഞെടുത്ത് അതിനെ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കട്ടെ. തീ കൊളുത്തരുത്. ഞാനും ഒരു കാളയെ തയ്യാറാക്കി വിറകിന്മേൽ വെക്കാം. തീ കൊളുത്തുകയുമില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നി കൊണ്ട് പ്രത്യുത്തരിക്കുന്ന ദൈവമായിരിക്കും ദൈവം. ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അക്കാര്യം നല്ലത് തന്നെ. ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, നിങ്ങൾക്കായി ഒരു കാളയെ തിരഞ്ഞെടുക്കുവിൻ. നിങ്ങൾ അനേകരായതുകൊണ്ട് ആദ്യം നിങ്ങൾ തയ്യാറാക്കുവിൻ. നിങ്ങളുടെ ദൈവത്തിന്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുവിൻ. എന്നാൽ തീ കൊളുത്തരുത്. അവർ തങ്ങൾക്ക് ലഭിച്ച കാളയെ എടുത്ത് അതിനെ തയ്യാറാക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ
ബാലിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ബാൽദേവ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഒരു ശബ്ദവും ഉണ്ടായില്ല, ആരും ഉത്തരം നൽകിയതുമില്ല. അവർ തങ്ങൾ നിർമ്മിച്ച ബലിപീഠത്തിങ്കൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ച് പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ. അവനൊരു ദേവനാണല്ലോ. അവൻ വർത്തമാനത്തിലാകാം, തന്റെ ദിനചര്യ അനുഷ്ഠിക്കുകയാകാം. അവനൊരു യാത്രയുണ്ടാകാം, ഒരു പക്ഷേ അവൻ ഉറക്കത്തിലാകാം. അവൻ ഉണരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. അവരുടെ ആചാരമനുസരിച്ച് വാളുകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും രക്തം ഒഴുകുന്നതുവരെ അവർ തങ്ങളുടെ മേൽ മുറിവേൽപ്പിച്ചു. മധ്യാഹ്നം കഴിഞ്ഞ് ധാന്യയാഗം അർപ്പിക്കുന്നതുവരെ അവർ പ്രവചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒരു ശബ്ദവും ഉണ്ടായില്ല, ആരും ഉത്തരം നൽകിയില്ല, ആരും ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഏലിയ ജനം മുഴുവനോടും പറഞ്ഞു, എന്റെ അടുത്തു വരുവിൻ. ജനമെല്ലാം അവന്റെ അടുത്തു ചെന്നു. കർത്താവിന്റെ തകർന്നു കിടക്കുന്ന ബലിപീഠം അവൻ നന്നാക്കി. ഇസ്രായേൽ എന്നായിരിക്കും നിന്റെ നാമം എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് ഏലിയ 12 കല്ലുകൾ എടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന്റെ മഹത്വത്തിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അവൻ ബലിപീഠത്തിന് ചുറ്റും 2 അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറക് അടുക്കി കാളയെ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം നിറച്ച് യാഗവസ്തുവിന്മേലും വിറകിന്മേലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, ആവർത്തിക്കുവിൻ. അവർ ആവർത്തിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, 3-മതും ചെയ്യുവിൻ. അവർ 3-മതും ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി. ചാലിലും അവൻ വെള്ളം നിറച്ചു. ധാന്യാർപ്പണ നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൽ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ വാക്കനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ മനസ്സുകളെ പിന്തിരിക്കുന്നുവെന്നും ഈ ജനം അറിയുന്നതിന് എനിക്ക് ഉത്തരമരുളണമേ. ഉടൻ കർത്താവിന്റെ അഗ്നി പതിച്ച് യാഗവസ്തുവും വിറകും കല്ലുകളും പൂഴിയും വിഴുങ്ങുകയും ചാലിൽ ഉണ്ടായിരുന്ന വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം മുഴുവൻ അവരുടെ മുഖം നിലം പറ്റി കുമ്പിട്ട് പ്രഘോഷിച്ചു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, അവരിൽ ഒരുവനും രക്ഷപ്പെടരുത്. അവർ അവരെ പിടിച്ചു. ഏലിയ അവരെ കിഷോൻ അരുവിക്ക് സമീപത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയി അവരെ അവിടെ വെച്ച് വധിച്ചു. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക, എന്തെന്നാൽ മഴയുടെ ഇരമ്പൽ ശബ്ദം ഇതാ. ആഹാബ് ഭക്ഷിക്കാനും പാനം ചെയ്യാനും കയറിപ്പോയി. ഏലിയ കാർമൽ മലയുടെ ഉച്ചിയിലേക്ക് കയറി. അവൻ ഭൂമിയിലേക്ക് കുമ്പിട്ട് തന്റെ മുഖം മുട്ടുകൾക്കിടയിൽ വച്ചു. അവൻ തന്റെ ഭൃത്യനോട് പറഞ്ഞു, നീ പോയി കടലിന്റെ നേർക്ക് നോക്കുക. അവൻ ചെന്നു നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം തിരിച്ചുപോയി നോക്കുക. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരം പോലുള്ള ചെറിയൊരു മേഘം പൊന്തി വരുന്നു. അവൻ അയാളോട് പറഞ്ഞു, കയറി ചെന്ന് അഹാബിനോട് പറയുക, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി മലയിറങ്ങുക. പെട്ടെന്ന് ആകാശം ഇരുണ്ടു, കാർമേഘങ്ങളും കാറ്റുമുണ്ടായി, വലിയ മഴ പെയ്തു. ആഹാബ് രഥത്തിൽ കയറി ജസ്രേലിലേക്ക് പോയി. കർത്താവിന്റെ കരം ഏലിയായോടുകൂടി ഉണ്ടായിരുന്നു. അവൻ തന്റെ അരമുറുക്കി ജസ്രേലിലേക്ക് എത്തുന്നതുവരെ ആഹാബിന് മുമ്പേ ഓടി. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം. അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. എന്തെന്നാൽ അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം പിന്തിരിക്കുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ, എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ തമ്പുരാനായ കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ ഉറവയിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജലം കോരും. ആ നാളിൽ നിങ്ങൾ പറയും, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമായിരിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇത് അറിയപ്പെടട്ടെ. സിയോൻ വാസികളെ ആർത്തുല്ലസിക്കുവിൻ, കാരണം ഇസ്രായേലിന്റെ പരിശുദ്ധൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം. ആമോസിന്റെ പുത്രനായ ഏഷ്യ ബാബിലോണിനെ സംബന്ധിച്ച് കണ്ട ദർശനം. മൊട്ടക്കുന്നിൽ ഒരടയാളം ഉയർത്തുവിൻ,
അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ, പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശുവിൻ. എന്റെ സമർപ്പിതരോട് ഞാൻ കൽപ്പിച്ചു, എന്റെ കോപം നിറവേറ്റാനായി ഞാൻ എന്റെ മഹത്വത്തിൽ ആനന്ദിക്കുന്നവരെ, എന്റെ വീരന്മാരെ വിളിക്കുകയും ചെയ്തു. പർവ്വതങ്ങളിൽ വലിയ ജനത്തിൻ്റെതുപോലുള്ള അലർച്ച, ഒത്തുചേർന്ന ജനതകളുടെ ശബ്ദാരവം. സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധസൈന്യത്തെ അണിനിരത്തുന്നു. ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിന്റെ ആയുധങ്ങളും ദൂരദേശത്ത് നിന്ന്, ആകാശത്തിന്റെ അതിരുകളിൽ നിന്ന് വരുന്നു. വിലപിക്കുവിൻ, എന്തെന്നാൽ കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു. സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും. അതിനാൽ എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാ മനുഷ്യരുടെയും ഹൃദയം ഉരുകും. അവർ സംഭ്രാന്തരാകും. കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും. ഈറ്റുനോവുള്ളവളെ പോലെ അവർ പുളയും. അവർ പരസ്പരം തുറിച്ചു നോക്കും. അവരുടെ മുഖം ജ്വാലാമുഖം പോലെയാകും. ഭൂമിയെ ശൂന്യമാക്കാനും അതിൽ നിന്ന് പാപികളെ നശിപ്പിക്കാനും ക്രൂരവും കോപത്തിന്റെ ജ്വാലയിൽ എരിയുന്നതുമായ കർത്താവിന്റെ ദിനം ഇതാ ആസന്നമാകുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും അവയുടെ പ്രകാശം തരുകയില്ല. ഉദയത്തിൽ തന്നെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ തന്റെ പ്രകാശം പൊഴിക്കുകയില്ല. ലോകത്തെ അതിന്റെ തിന്മയ്ക്കും ദുഷ്ടരെ അവരുടെ കുറ്റത്തിനും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔദ്ധത്യം ഞാൻ അവസാനിപ്പിക്കും, നിർദ്ദയന്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. മനുഷ്യനെ ഞാൻ തങ്കത്തെക്കാളും മർത്യനെ ഓഫീർ പൊന്നിനേക്കാളും വിരളമാക്കും. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവിന്റെ രോഷത്തിൽ, അവിടുത്തെ ക്രോധത്തിന്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്നിളകും. അപ്പോൾ അവർ വേട്ടയാടപ്പെടുന്ന മാൻപേടയെ പോലെയും ഇടയിനില്ലാത്ത ആടുകളെ പോലെയും ആയിത്തീരുകയും ഓരോരുത്തരും സ്വജനത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും. കാണപ്പെടുന്നവരെല്ലാം കുത്തിപ്പിളർക്കപ്പെടും, പിടിക്കപ്പെടുന്നവരെല്ലാം വാളിനിരയാകും. അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഛിന്ന ഭിന്നമാകും. അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും, അവരുടെ ഭാര്യമാർ അവമാനിതരാകും. ഇതാ, വെള്ളിയെക്കുറിച്ച് ചിന്തിക്കുകയോ സ്വർണത്തിൽ സന്തോഷിക്കുകയോ ചെയ്യാത്ത മേദിയാക്കാരെ ഞാൻ അവർക്കെതിരെ ഇളക്കിവിടുന്നു. അമ്പുകൾ യുവാക്കന്മാരെ തകർക്കും. ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല. ശിശുക്കളോട് അവരുടെ കണ്ണുകൾ ദയ കാണിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോദോമും ഗൊമോറയും പോലെ ആയിത്തീരും. അവർ അവിടെ സ്ഥിരമായി വസിക്കുകയില്ല. തലമുറകളോളം അതിൽ ആരും വസിക്കുകയില്ല. അറബികൾ അവിടെ കൂടാരമടിക്കുകയില്ല. ഇടയന്മാർ ആടുകളെ അവിടെ കിടത്തുകയില്ല. അവിടെ വന്യമൃഗങ്ങൾ കിടക്കും. അതിന്റെ വീടുകൾ നിറയെ മൂങ്ങകളായിരിക്കും. ഒട്ടക പക്ഷിക്കുഞ്ഞുങ്ങൾ അവിടെ വസിക്കും. കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും. അതിന്റെ ഗോപുരങ്ങളിൽ കുറുനരികളും രമ്യഹർമ്മ്യങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും. അതിന്റെ സമയം ആസന്നമായിരിക്കുന്നു. അതിന്റെ ദിനങ്ങൾ വൈകുകയില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിൽ അപ്പോൾ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. അത് ശീതകാലവുമായിരുന്നു. യേശു ദേവാലയത്തിലെ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവന് ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ എന്റെ ആടുകളിൽ പെടുന്നവരല്ല. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവ എന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവ എനിക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് അവ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലുകൾ എടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ അവനോട് പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു.
അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവർ വീണ്ടും പോയി അവിടെ താമസിച്ചു. ഏറെ പേർ അവന്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല. എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് ഏറെ പേർ അവനിൽ വിശ്വസിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ